അഭിമാനമായി അമൃത വിദ്യാലയങ്ങൾ. ഇത്തവണത്തെ CBSE പരീക്ഷകളിൽ മിന്നുന്ന പ്രകടനമാണ് അമൃത വിദ്യാലയങ്ങൾ കാഴ്ചവെച്ചത്. 10-12 ക്ലാസുകളിൽ 100% വിജയത്തിനൊപ്പം ദേശീയ തലത്തിൽ റാങ്കുകൾ സ്വന്തമാക്കാനും അമൃത വിദ്യാലയങ്ങൾക്ക് സാധിച്ചു. അമൃത വിദ്യാലയങ്ങളിലെ അഭിമാന താരങ്ങളിൽ ആദ്യം പറയേണ്ടത് ചൊക്ലി സ്വദേശിനിയായ മുക്ത എന്ന മിടുക്കിയെക്കുറിച്ചാണ്. അമൃത വിദ്യാലയങ്ങളിൽ നിന്ന് CBSE 12ാം ക്ലാസ് പരീക്ഷ എഴുതിയവരിൽ 1ാം റാങ്ക് നേടി അഭിമാനമായി മാറിയിരിക്കുകയാണ് മുക്ത. തലശ്ശേരി അമൃത വിദ്യാലയത്തിലെ വിദ്യാർത്ഥിയായ മുക്ത 10ാം ക്ലാസ് പരീക്ഷയിലും മികച്ച വിജയം കൈവരിച്ചിരുന്നു. തുടർച്ചയായി 15ാം വർഷമാണ് തലശ്ശേരി അമൃത വിദ്യാലയം CBSE 10-12 ക്ലാസ് പരീക്ഷകളിൽ 100% വിജയം കരസ്ഥമാക്കുന്നത്. ചിട്ടയായ പഠനരീതിയും അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും പിന്തുണയും തന്നെയാണ് മുക്തയെ CBSE 12ാം ക്ലാസ് പരീക്ഷയിൽ ഇന്ത്യയിലെ മൊത്തം അമൃത വിദ്യാലയങ്ങളിൽ നിന്നും 1ാം റാങ്ക് നേടാൻ സഹായിച്ചത്. സയൻസ് വിഭാഗത്തിൽ 98.8% മാർക്ക് നേടിയാണ് മുക്ത ഈ നേട്ടം കൈവരിച്ചത്. 10ാം ക്ലാസ് ബോർഡ് പരീക്ഷയിലും 99.6% മാർക്ക് നേടി മുക്ത തലശ്ശേരി വിദ്യാലയത്തിന്റെ അഭിമാനമായി മാറിയിരുന്നു. പഠനത്തിൽ മാത്രമല്ല കലാകായിക മേഖലകളിലും മുക്ത തന്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. വളരെയധികം സന്തോഷം തോന്നുന്നു. ഇത്രക്കും നല്ല മാർക്ക് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. പിന്നെ എല്ലാം ടീച്ചേഴ്സിൻ്റെയും രക്ഷിതാക്കളെയും പിന്നെ എൻ്റെ സുഹൃത്തുക്കളുടെയും സഹായത്തോടെയാണ് ഈ വിജയം നേടാൻ സാധിച്ചത്. പഠനത്തിലെപ്പോഴും അതീവ ശ്രദ്ധ പുലർത്തിയിരുന്ന കുട്ടിയാണ് മുക്തയെന്ന് സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ ഷിഷ സഗീഷ്, ക്ലാസ് ടീച്ചർ വർഷ എന്നിവർ പറഞ്ഞു. ടീച്ചേഴ്സ് പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ ആത്മാർത്ഥതയോടുകൂടെ ഡെഡിക്കേറ്റഡായി കൺസിസ്റ്റൻ്റായി വർക്ക് ചെയ്തതുകൊണ്ട് മാത്രമാണ് ഈ ഒരു ഉന്നത വിജയത്തിലേക്ക് മുക്തക്ക് എത്താൻ പറ്റിയത്. നല്ലൊരു പ്രൗഡ് മൊമെന്റ് മോൾ ഉണ്ടാക്കിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റുഡന്റ് ആണ്. വടകര മോഡൽ ടെക്നിക് കോളേജിലെ മെക്കാനിക്കൽ എഞ്ചിനീയർ സീനിയർ ലെക്ചർ പ്രശാന്ത് കുമാറിന്റെയും തൃപ്പങ്ങോട്ടൂർ ഗ്രാമപഞ്ചായത്ത് സീനിയർ ക്ലാർക്ക് സിന്ധുവിയുടെയും മകളാണ് മുക്ത. ആത്മികാണ് സഹോദരൻ. മകളുടെ മികച്ച വിജയത്തിലുള്ള സന്തോഷം പ്രശാന്ത് കുമാറും പങ്കുവച്ചു. വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ അവളെല്ലാം സ്വയം പഠിച്ചു തന്നെയാണ്. ഞങ്ങൾക്ക് അങ്ങനെ അവളെ പിന്നാലെ നടക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. പിന്നെ അതുമാത്രമല്ല, ഇവിടുത്തെ പ്രിൻസിപ്പാൾ മാം അതേപോലെ ഇവിടുത്തെ എല്ലാ ടീച്ചേഴ്സും വളരെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. CBSE 12ാം ക്ലാസ് പരീക്ഷയിൽ 97.8% മാർക്ക് നേടിയ അലേന അനിൽകുമാറാണ് 2ാം സ്ഥാനത്തുള്ളത്. 97.6% മാർക്ക് നേടിയ ശ്രേയ PK 3ാം സ്ഥാനവും കരസ്ഥമാക്കി. അമൃത ന്യൂസ് കണ്ണൂർ. 500-ൽ 497 മാർക്ക്. CBSE 10ാം ക്ലാസ് പരീക്ഷയിൽ ചങ്ങനാശ്ശേരി അമൃത വിദ്യാലയത്തിലെ വിദ്യാർത്ഥിയായ ആദർശ് ഗിരീഷ് പിള്ളയ്ക്ക് നഷ്ടമായത് വെറും 3 മാർക്ക് മാത്രമാണ്. 3 വിഷയങ്ങളിൽ ഫുൾ മാർക്കോടെ ദേശീയ തലത്തിൽ 3ാം സ്ഥാനമാണ് ആദർശ് കരസ്ഥമാക്കിയത്. ആദർശിന്റെയും ചങ്ങനാശ്ശേരി അമൃത വിദ്യാലയത്തിന്റെയും വിശേഷങ്ങൾ അറിയാം. CBSE 10ാം തരം പരീക്ഷയിൽ ആദർശിന്റെ വിജയത്തിന് പിന്നിൽ കഠിനാധ്വാനവും മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും പ്രോത്സാഹനവും പിന്തുണയും അനുഗ്രഹാശിസ്സുകളുമെല്ലാമുണ്ട്. ചങ്ങനാശ്ശേരി അമൃത വിദ്യാലയത്തിലെ വിദ്യാർത്ഥിയായ ആദർശ് 500-ൽ 497 മാർക്കുമായാണ് ദേശീയതലത്തിൽ തന്നെ മികവ് തെളിയിച്ചത്. 3 വിഷയങ്ങൾക്ക് 100-ൽ 100 മാർക്കും വീതം നേടി. നല്ല മാർക്ക് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചായിരുന്നു. സ്കൂളിലൊക്കെ ടോപ്പ് ആവാൻ എൻ്റെ ഒരു ലക്ഷ്യം അതായിരുന്നു. പക്ഷെ ഇത്രയും നല്ലോണ്ടാവുമെന്ന് ഞാൻ ശരിക്കും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ചെങ്ങന്നൂർ മാർ ഇവാനിയോസ് ലോ കോളേജ് പ്രിൻസിപ്പളാണ് ആദർശിന്റെ അച്ഛൻ ഗിരീഷ്. അമ്മ പ്രീതിയും അധ്യാപികയാണ്. മകന്റെ വിജയത്തിൽ പഠനത്തിനൊപ്പം കായികമായ പ്രവർത്തനങ്ങളും ഘടകമായെന്ന് മാതാപിതാക്കൾ പറയുന്നു. ഫിസിക്കൽ ആക്ടിവിറ്റീസിന്റെ പുറത്ത് കുറച്ച് ഞങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്തു. ബിക്കോസ് ഈ പഠിക്കുന്നതെന്ന് പറഞ്ഞാൽ മെമ്മറി വർക്ക് ആവണമെങ്കിൽ ഫിസിക്കൽ ആക്ടിവിറ്റിയും വേണം. അപ്പോൾ അവൻ സ്കൂളിലെ പഠിത്തം കഴിഞ്ഞ് വീട്ടിൽ വരുന്നുണ്ട് ശരിക്കും നല്ല എക്സസൈസസും സൈക്കിൾ റേസിങ്ങിനും ഒക്കെ പോകുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ റിസൾട്ട് വന്നത് എനിക്ക് തോന്നുന്നു അതുകൂടെ ഒരു ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. ഒരു ഫിസിക്കൽ ആക്ടിവിറ്റീസ് പേരൻസ് ശ്രദ്ധിക്കണം, എന്നാലേ മെമ്മറി നല്ലപോലെ വർക്ക് ആവത്തുള്ളൂ. സ്കൂളിൽ നിന്നും ലഭിച്ച ചിട്ടയായ പരിശീലനം കൃത്യതയോടെ പ്രയോജനപ്പെടുത്തിയതാണ് ആദർശിനെ റാങ്ക് നേട്ടത്തിന് അർഹനാക്കിയതെന്ന് ചങ്ങനാശ്ശേരി അമൃത വിദ്യാലയം പ്രിൻസിപ്പൽ സ്വാമിനി വിശ്വപ്രിയ അമൃത ചൈതന്യ പറഞ്ഞു. വളരെ സന്തോഷമുള്ളൊരു സന്ദർഭമാണ് സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും വലിയൊരു വിജയം എന്നത്. ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ടല്ലോ, സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ് എന്ന്. അപ്പോൾ ഇവിടുത്തെ അധ്യാപകരുടെ സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ടുള്ള ഒരു
പരിശീലനമാണ് അവനെ ഇത്രയും ഒരു മികവുറ്റ വിജയത്തിലേക്ക് എത്തിക്കാനായിട്ട് സാധിച്ചത്. പഠനത്തിനൊപ്പം കലാരംഗത്തും കായിക മേഖലയിലും സ്കൂളിന് വേണ്ടി പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള ആദർശ് മറ്റു വിദ്യാർത്ഥികൾക്കു കൂടി മാതൃകയാണെന്നാണ് അധ്യാപകർ പറയുന്നത്. പാഠ്യ വിഷയത്തിൽ മാത്രമല്ല, പാഠ്യേതര വിഷയങ്ങളിലും വളരെയധികം പ്രാഗൽഭ്യം തെളിയിച്ച കുട്ടിയാണ് ആദർശ്. നമ്മുടെ സഹോദയ മത്സരങ്ങളിൽ ഗിത്താറിന്റെ അതിൽ ഏറ്റവും നല്ല ഗ്രേഡോട് കൂടി ഇവിടെ ഞങ്ങൾക്ക് സ്കോർ നേടിത്തന്ന കുട്ടിയാണ് ആദർശ്. കഠിനാധ്വാനിയായിട്ടുള്ള കുട്ടിയാണ് ആദർശ്. ആദർശിന് ഇത്രയും മികച്ച ഒരു വിജയം കിട്ടിയതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും അതിയായ സന്തോഷമുണ്ട്. ഗിറ്റാർ, ബാസ്കറ്റ്ബോൾ, ബോക്സിംഗ്, സാഹിത്യം തുടങ്ങിയവയിലും ആദർശ് പ്രതിഭ തെളിയിച്ചിട്ടുണ്ട്. ഒരു എത്തിക്കൽ ഹാക്കർ ആകണം എന്നതാണ് ആദർശിന്റെ ആഗ്രഹം. IIT-യിൽ ചേർന്ന് പഠനത്തിനായുള്ള തയ്യാറെടുപ്പിലാണ് ഈ മിടുക്കൻ. അമൃത ന്യൂസ്, കോട്ടയം. നേട്ടങ്ങളുടെ വിജയഗാഥ തുടരുന്ന പന്തളം അമൃത വിദ്യാലയത്തെക്കുറിച്ചാണ് ഇനി. 500-ൽ 492 മാർക്കോടെ ദേശീയ തലത്തിൽ 3ാം സ്ഥാനമാണ് പന്തളം അമൃത വിദ്യാലയം സ്വന്തമാക്കിയത്. പന്തളം അമൃത വിദ്യാലയത്തിലെ 12ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതിയ 86 വിദ്യാർത്ഥികളും SSLC പരീക്ഷ എഴുതിയ 113 വിദ്യാർത്ഥികളും ഉന്നത വിജയമാണ് കരസ്ഥമാക്കിയത്. ഇതിൽ കൊമേഴ്സ് സ്ട്രീമിൽ 500-ൽ 492 മാർക്കോടെ ദേശീയ തലത്തിൽ 3ാം സ്ഥാനം കരസ്ഥമാക്കിയത് മഹേശ്വർ SR എന്ന മിടുക്കനാണ്. നൂറനാട് പടനിലം ശ്രീവത്സത്തിൽ രാജീവിൻ്റെയും ലക്ഷ്മിയുടെയും മകനാണ് മഹേശ്വർ. വിദ്യാലയത്തിലെ ചിട്ടയോടെയുള്ള പഠനമാണ് തൻ്റെ വിജയത്തിന് പിന്നിലെന്ന് മഹേശ്വർ പറയുന്നു. ഞാൻ കൊച്ചു ക്ലാസ്സുകളിൽ മുതൽ തന്നെ ഇവിടെ പഠിച്ചു വന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കൂളിൻ്റെ രീതികളെ എൻ്റെ പഠിത്തത്തിൽ തന്നെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. കാരണം നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് ക്ലാസ് ടെസ്റ്റ് ആയിക്കോട്ടെ, മിഡ് ടേംസ്, മന്ത്ലി എക്സാംസ്, ടേം എക്സാംസ്, പിന്നെ നമുക്ക് 3 മോഡൽ എക്സാം വരെ വരുന്നുണ്ട്. പോർഷൻസ് നമുക്ക് നേരത്തെ തീരുന്നത് കൊണ്ട് തന്നെ നമുക്കായിട്ട് തന്നെ സെൽഫ് സ്റ്റഡിക്കും റിവിഷൻസിനും എല്ലാം ടൈം കിട്ടുന്നുണ്ട്. മുൻ വർഷങ്ങളിൽ പന്തളം അമൃത വിദ്യാലയത്തിലെ സയൻസ് സ്ട്രീമാണ് 1ാം സ്ഥാനം ഉൾപ്പെടെ കരസ്ഥമാക്കിയിരുന്നത്. ഇത്തവണ കൊമേഴ്സ് സ്ട്രീമും ഉന്നത വിജയത്തിന്റെ തിളക്കത്തിലാണ്. കഴിഞ്ഞ വർഷങ്ങളിലൂടെ സയൻസ് സ്ട്രീമിൽ നേടിയിരുന്ന വിജയം ഈ വർഷം മഹേശ്വരിലൂടെ കോമേഴ്സ് സ്ട്രീമിന് ലഭിച്ചിരിക്കുകയാണ്. മഹേശ്വരന്റെ കഠിനാധ്വാനം, അധ്യാപകരുടെ അർപ്പണബോധം, ത്യാഗമനോഭാവം, ഇതിനെല്ലാം പിറകിൽ അമ്മയുടെ അനുഗ്രഹം, ഇത് തന്നെയാണ് ഈ ഉന്നത വിജയത്തിന് കാരണം. മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസത്തിലൂടെ ഒരു നല്ല തലമുറയെ വാർത്തെടുക്കുന്നതിന്, സമൂഹത്തിന് സമർപ്പിക്കുന്നതിന് അമൃത വിദ്യാലയത്തിന് സാധിക്കട്ടെ എന്ന് അമ്മയോട് പ്രാർത്ഥിക്കുന്നു. ഓരോ വിദ്യാർത്ഥിക്കും പ്രത്യേക ശ്രദ്ധ കൊടുത്ത് പഠന പാഠ്യേതര വിഷയങ്ങളിൽ മികച്ച പരിശീലനം നൽകുന്ന രീതിയാണ് വിദ്യാലയത്തിൻ്റെത്. അമൃത ന്യൂസ്, പത്തനംതിട്ട. വിദ്യാർത്ഥികളുടെ ഈ മികച്ച നേട്ടത്തിൽ അഭിമാനിക്കുന്നുവെന്ന് അഡ്മിനിസ്ട്രേറ്റീവ് ഡയറക്ടർ GS സജികുമാർ പറഞ്ഞു. ഇവിടെ നിന്ന് പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ അഡ്മിഷൻ ലഭിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അമൃത വിശ്വവിദ്യാലയം പ്രവർത്തിക്കുന്നതെന്നും GS സജികുമാർ പറഞ്ഞു. അമൃത വിദ്യാലയം ഈ വർഷം CBSE എക്സാമിൽ വളരെ മഹത്തായ ഒരു വിജയമാണ് കരസ്ഥമാക്കിയിട്ടുള്ളത്. ഞങ്ങൾക്ക് ഏകദേശം 29ഓളം സ്കൂളുകളാണ് കേരളത്തിൽ ഉള്ളത്. ഇന്ത്യയിൽ ആകമാനമായി 72 സ്കൂളുകൾ ഉണ്ട്. ഇതിൽ മിക്ക സ്കൂളുകളിലും നമുക്ക് 97% മേളിലാണ് കുട്ടികൾക്ക് കിട്ടിയിരിക്കുന്നത്. അതിൽ കോമേഴ്സ് വിഭാഗത്തിലാണെങ്കിൽ 99.4% 4 സ്കൂളുകൾ കരസ്ഥമാക്കി മുന്നിൽ നിൽക്കുകയാണ്. അതുപോലെ തന്നെ സയൻസ് സ്ട്രീമിലും 99% വാങ്ങിയിട്ടാണ് മുന്നിൽ നിൽക്കുന്നത്. മറ്റുള്ള എല്ലാ കുട്ടികൾക്കും ഡിസ്റ്റിങ്ഷൻ ഉൾപ്പെടെ ഫസ്റ്റ് ക്ലാസ് ഉൾപ്പെടെ ആണ് വിജയം കരസ്ഥമാക്കിയിരിക്കുന്നത്. നമ്മുടെ അമൃത വിദ്യാലയങ്ങളുടെ ഒരു ലക്ഷ്യം തന്നെ നമ്മുടെ അമൃത വിശ്വവിദ്യാപീഠം
ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും മഹത്തായ നമ്പർ 1 യൂണിവേഴ്സിറ്റിയാണ്. ആ യൂണിവേഴ്സിറ്റിയുടെ രീതികൾ മൊത്തം അതിൻ്റെ എല്ലാം നമ്മൾ ഫോളോ അപ്പ് ചെയ്താണ് ഈ അമൃത വിദ്യാലയങ്ങളും ഇന്ന് കൊണ്ടുപോകുന്നത്. അവരുടെ ഇത്തരം അക്കാഡമിക് കാര്യങ്ങൾ ഉൾപ്പെടെ സ്പോർട്സ്, മാർഷൽ ആർട്സ് ഇതിലെല്ലാത്തിലും നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. എല്ലാ സ്കൂളുകളിലും ടർഫ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അമൃത വിദ്യാലയം ഇപ്പോൾ പുതിയൊരു ലെവലിൽ കൂടി കടക്കുകയാണ്. ഇപ്പോഴുള്ള നിലവിലുള്ള അമൃത വിദ്യാലയങ്ങൾക്ക് പുറമെ അമൃത ഗ്ലോബൽ സ്കൂളുകൾ, അത് CBSE സിലബസിൽ തന്നെയാണ് വേണ്ടത്. ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് കൂടി ഗ്ലോബൽ സ്കൂളുകൾ ആരംഭിക്കുകയാണ്. അതിൻ്റെ ആദ്യത്തെ സ്കൂൾ ഈ വർഷം തന്നെ ആലപ്പുഴയിൽ ആരംഭിക്കുകയാണ്. അതുപോലെ തന്നെ അമൃതയുടെ ഇൻ്റർനാഷണൽ സ്കൂൾ 4 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ബാംഗ്ലൂർ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. വളരെ നല്ല രീതിയിൽ പോകുന്നുണ്ട്. അടുത്തത് കേരളത്തിലെ ട്രിവാൻഡ്രത്താണ് വരുന്നത്. ഏകദേശം 30 ഏക്കറോളം സ്ഥലത്താണ് അത് സ്ഥാപിക്കാൻ പോകുന്നത്. അവിടെയും നമ്മൾ 3 ക്യാമ്പസുകളാണ് അതിനകത്ത് വരാൻ പോകുന്നത്. ഒന്ന് ഇൻ്റർനാഷണൽ ക്യാമ്പസ്, അടുത്തത് ഇന്ത്യൻ സിലബസ്, അടുത്തൊരെണ്ണം സ്പോർട്സ് അക്കാഡമിയാണ്. സ്പോർട്സ് അക്കാഡമിയെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും വളരെ നിലവാരത്തിൽ, അതായത് ഒളിമ്പിക്സ് പോലുള്ള മത്സരങ്ങളിൽ നമ്മുടെ കുട്ടികളെ പ്രാപ്തരാക്കുക എന്നതാണ് ലക്ഷ്യം. അപ്പം നമ്മുടെ വിദ്യാർത്ഥികൾ അവർക്ക് ഇനി ഉന്നത വിദ്യാഭ്യാസത്തിന് പോകുമ്പോൾ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ അവർക്ക് അഡ്മിഷൻ ലഭിക്കണം എന്നുള്ള ഉദ്ദേശമാണ് നമുക്കുള്ളത്. ഇതിനെല്ലാം തന്നെ നമ്മുടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും ചാൻസലറായ മാതാ അമൃതാനന്ദമയി ദേവി, അമ്മയുടെ നിരീക്ഷണങ്ങളും അമ്മയുടെ വീക്ഷണങ്ങൾക്കും അനുസരിച്ചാണ്, അമ്മയുടെ എല്ലാ അനുഗ്രഹത്തോടും കൂടിയാണ് ഇതെല്ലാം നമ്മൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ആലപ്പുഴ അമൃത വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികളും ഒട്ടും പിന്നിലല്ല. CBSE +2 പരീക്ഷയിൽ കൊമേഴ്സ് വിഭാഗത്തിൽ ദേശീയ തലത്തിൽ 1ാം സ്ഥാനമാണ് ആലപ്പുഴ അമൃത വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികൾ കരസ്ഥമാക്കിയത്. ഹരിപ്പാട് അമൃത വിദ്യാലയത്തിലെ നിഖില MS-ഉം ആലപ്പുഴ അമൃത സെന്റ് മേരീസ് റെസിഡൻഷ്യൽ സെന്റർ സ്കൂളിലെ അദ്രിജ ഓംപ്രകാശുമാണ് മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ച് അഭിമാന താരങ്ങളായി മാറിയത്. സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെ ദീർഘവീക്ഷണത്തോടെയുള്ള കാഴ്ചപ്പാടുകളും സ്കൂളുകളിലെ വിദ്യാർത്ഥി സൗഹൃദാന്തരീക്ഷവും ചിട്ടയായ ഏകോപനവും പ്രഗത്ഭരായ അധ്യാപകരുടെ സേവനവുമാണ് പാഠ്യേതര വിഷയങ്ങളിലെ തുടർച്ചയായ വിജയങ്ങളിലേക്ക് അമൃത വിദ്യാലയങ്ങളെ നയിച്ചത്. +2 കൊമേഴ്സ് വിഭാഗത്തിൽ ദേശീയ തലത്തിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കി ഹരിപ്പാട് അമൃത വിദ്യാലയത്തിലെ നിഖില MS-ഉം ആലപ്പുഴ അമൃത സെന്റ് മേരീസ് റെസിഡൻഷ്യൽ സെന്റർ സ്കൂളിലെ അദ്രിജ ഓംപ്രകാശും അഭിമാന താരങ്ങളായി. ഇരുവരും 99.4% മാർക്ക് നേടിയാണ് ജില്ലയിലെ അമൃത വിദ്യാലയങ്ങൾക്ക് തിളക്കമാർന്ന വിജയം സമ്മാനിച്ചത്. ഇവിടുത്തെ അറ്റ്മോസ്ഫിയറൊക്കെ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. എസ്പെഷ്യലി ടീച്ചേഴ്സ്, നമ്മുടെ പ്രിൻസിപ്പൽ മാം, പിന്നെ കോർഡിനേറ്റർ മാംസ്, ടീച്ചിങ് സ്റ്റാഫ്, നോൺ ടീച്ചിങ് സ്റ്റാഫ് എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ഇവിടെ വരുമ്പോൾ തന്നെ ഭയങ്കര വെൽക്കമിംഗ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറാണ്. സ്റ്റഡീസിനൊക്കെ പറ്റിയ ഒരു ഒരു സിറ്റുവേഷൻ തന്നെയാണ് അവർ ഒരുക്കി തരുന്നത്. അപ്പം ശരിക്കും പറഞ്ഞാൽ മാർക്കൊക്കെ ഇട്ടാൻ വളരെ എളുപ്പമായിരുന്നു. ടീച്ചേഴ്സിൻ്റെ ഹെൽപ്പും നോൺ ടീച്ചിങ് സ്റ്റാഫായാലും ഭയങ്കര ഫ്രണ്ട്ലിയാണ്. അപ്പം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് യാതൊരു പ്രശ്നമില്ലായിരുന്നു. ഞാനും ഒരു അമൃത സ്റ്റുഡൻ്റ് ആയിരുന്നു. ഞാൻ അമൃത വിദ്യാലയം കൊല്ലത്ത് പഠിച്ചിരുന്നതാണ്. അപ്പം എനിക്ക് ഓൾറെഡി ഇതിനകത്ത് എക്സ്പീരിയൻസ് ഉണ്ട് അമൃതയുടെ സ്റ്റാൻഡേർഡ്സും മറ്റു കാര്യങ്ങളും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ മോളെയും അമൃത വിദ്യാലയത്തിൽ തന്നെ ചേർത്തത്. ഇത്രയും നല്ല മാർക്ക് കിട്ടാനുള്ള ഒരു മുഖ്യ കാരണം തന്നെ ഇവിടുത്തെ ടീച്ചേഴ്സും പ്രിൻസിപ്പൽ മാമിൻ്റെ ഗൈഡൻസും എല്ലാമാണ്. ഞങ്ങൾക്ക് ഇതിനു വേണ്ടി എങ്ങനെയൊക്കെ ഞങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ പറ്റുമോ അങ്ങനെയൊക്കെ അവർ ഞങ്ങൾക്ക് തരാനുള്ള സപ്പോർട്ട് എല്ലാം തന്നിട്ടുണ്ട്. ഇപ്പം ഒരു 3 മോഡൽ എക്സാമിൽ കൂടുതൽ ഞങ്ങൾക്ക് നടത്തിയിട്ടുണ്ട്. അതിനെല്ലാം എവിടെയൊക്കെ മാർക്ക് പോകുന്നു അതൊക്കെ ഞങ്ങളെ വിളിച്ചിരുത്തി പറയും. ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡൗട്ടാണെന്ന് ചോദിച്ചാൽ ടീച്ചേഴ്സ് തന്നെ എഫേർട്ട് ഇട്ട് ഇത് ക്ലാസ് കഴിഞ്ഞാലും ഞങ്ങളുടെ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ തരുന്ന അവർക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ ഒരു മടിയുമില്ല ടീച്ചേഴ്സിനാർക്കും. ട്യൂഷനൊന്നും ഇല്ലാത്ത കുട്ടിയാണ്. 100% 4 പ്രാവശ്യം എങ്ങാനും ഇവിടെ മോഡൽ എക്സാംസ് നടത്തിയിരുന്നു. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള എന്താണ് പഠിക്കേണ്ടതെന്ന് പറഞ്ഞ് വളരെ വ്യക്തമായിട്ടായിരുന്നു ഇവിടെ പഠിപ്പിച്ചിരുന്നത്. പിന്നെ ആ കുട്ടിയുടെ ഹാർഡ് വർക്കുണ്ട്, അതിൻ്റെ കൂടെ ഒരു ഡിവൈൻ ബ്ലെസ്സിങ്സും ഈ സ്കൂളിൻ്റെ ഒരു അന്തരീക്ഷവും വളരെ സപ്പോർട്ടീവായിട്ടുള്ള ടീച്ചേഴ്സും പ്രിൻസിപ്പളാണെങ്കിൽ വളരെ കൃത്യമായിട്ട് കുട്ടികളെ ഗൈഡ് ചെയ്തിരുന്നു. അതിൻ്റെ എല്ലാമാണ് അവൾക്ക് കിട്ടിയ വിജയം. CBSE +2 ഹയർ സെക്കൻഡറി പരീക്ഷയിൽ 100% വിജയം നേടിയ ഹരിപ്പാട് അമൃത വിദ്യാലയം ശ്രദ്ധേയമായ ഒരു നാഴികക്കല്ലാണ് പിന്നിട്ടത്. പരീക്ഷ എഴുതിയ 57 വിദ്യാർത്ഥികളും മികച്ച വിജയം നേടിയപ്പോൾ നിഖിലയ്ക്ക് പുറമെ സയൻസ് വിഭാഗത്തിൽ അഭിജിത്ത് 92.8% മാർക്ക് നേടി മികവ് തെളിയിച്ചു. CBSE സെക്കൻഡറി പരീക്ഷയിലും മികച്ച പ്രകടനമാണ് ഹരിപ്പാട് അമൃത വിദ്യാലയം കാഴ്ചവെച്ചത്. സെപ്റ്റംബർ ഒക്ടോബർ ആകുമ്പോൾ നമ്മൾ റിവിഷൻ സ്റ്റാർട്ട് ചെയ്യും. ആ റിവിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏകദേശം നമ്മൾ കുട്ടികളെ അവരുടെ റേഞ്ച് അനുസരിച്ച് എന്ന് വെച്ചാൽ അവരുടെ മാർക്ക് അക്കാഡമിക് മാർക്കിൻ്റെ റേഞ്ചിലനുസരിച്ചൊക്കെ നമ്മളതിനെ ഗ്രൂപ്പ് ചെയ്യും.
ഏകദേശം ഈ 90 to 100% മാർക്ക് കിട്ടുന്ന ഒരു ഗ്രൂപ്പ്, 80 to 90% കിട്ടുന്ന ഒരു വേറൊരു ഗ്രൂപ്പ്, അങ്ങനെ 70 to 80 ആ ഗ്രൂപ്പാക്കിയിട്ട് ഒരു 3 or 4 അല്ലെങ്കിൽ മാക്സിമം പോയ 5 കുട്ടികളെ വെച്ചിട്ട് ഒരു ഗ്രൂപ്പ് ആക്കിയിട്ട് ആ ഗ്രൂപ്പിനെ ഈ ഈവനിങ് ക്ലാസ്സിൽ ഓരോ ടീച്ചേഴ്സിൻ്റെ താഴെ നിർത്തില്ല, അല്ലെങ്കിൽ അവരുടെ ഗൈഡൻസിൽ അവരെ നമ്മൾ സ്പെഷ്യലി ട്രെയിൻ ചെയ്യും. അപ്പോൾ അങ്ങനെയാകുമ്പം ഈ 90% to 100% കുട്ടികൾക്ക് കിട്ടുന്നവർക്ക് അവർക്ക് എങ്ങനെയാണ് കോച്ചിങ് കൊടുക്കേണ്ടത്, അവർക്ക് എങ്ങനത്തെ ഹോട്ട് ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ഹൈ ഓർഡർ തിങ്കിങ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൊടുക്കേണ്ടത്. അപ്പോൾ ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും അവർ കൂടുതൽ കൊടുക്കുന്നത്. ഇപ്പം 60% താഴെയുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർക്കപ്പം കുറച്ചുകൂടെ നന്നായിട്ട് നമുക്ക് ട്രെയിൻ ചെയ്യേണ്ട കുട്ടികളായിരിക്കും. കാരണം ആ പഠനത്തിൽ അവരുടെ റേഞ്ച് നിലവാരം കുറവായിരിക്കും. അപ്പോൾ ആ രീതിയിലായിരിക്കും നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നത്. ആലപ്പുഴ അമൃത സെന്റ് മേരീസ് റെസിഡൻഷ്യൽ സെൻട്രൽ സ്കൂൾ 100% വിജയം തുടർന്നപ്പോൾ അദ്രിജ ഓംപ്രകാശിന് പുറമെ നന്ദന എസ്, അമൃത എസ് എന്നിവരും എല്ലാ വിഷയങ്ങൾക്കും A1 കരസ്ഥമാക്കി സ്കൂളിലെ അഭിമാന താരങ്ങളായി. ഏറ്റവും അഭിമാനിക്കത്തക്ക നിമിഷം തന്നെയാണ് ഞങ്ങൾക്ക്. അതിൽ ഏറെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന മാനേജ്മെൻറ്റ് തന്നെയാണ്. കാരണം അമ്മയുടെ ഒരു പ്രത്യേക വിഷനുണ്ട്, ഒരു വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷൻ. അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ സമൂഹത്തെ നന്നാക്കാൻ പറ്റൂ എന്നുള്ള അടിയുറച്ചൊരു വിശ്വാസം. അതിലധിഷ്ഠിതമായിട്ട് തന്നെയാണ് നമ്മുടെ സ്കൂൾ മുമ്പോട്ട് പോകുന്നത്. അതോടൊപ്പം നമുക്ക് ഒരു അക്കാഡമിക്കിനൊരു വിങ് തന്നെയുണ്ട് അമൃതയിൽ. അത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പ്ലാനിങ്ങിൽ തന്നെയാണ് സ്കൂള് ഫ്രം ദ ബിഗിനിങ്. ഓരോ ജൂൺ മുതൽ നമുക്ക് മാർച്ച് വരെയുള്ള ഓരോ കാര്യങ്ങളും വളരെ കൃത്യമായി പ്ലാൻ ചെയ്ത് തന്നെയാണ് പോകുന്നത്. അപ്പോൾ അതനുസരിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് നേരത്തെ അറിയിക്കുകയും നമ്മൾ അതനുസരിച്ച് എല്ലാം ഇംപ്ലിമെൻറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. കുട്ടികൾക്ക് ഇപ്പോൾ ക്ലാസ് തന്നെയാണെങ്കിലും പോർഷൻസ് എടുക്കുന്നതിനെക്കുറിച്ചും പരീക്ഷകളെക്കുറിച്ചുമൊക്കെ കൃത്യമായ പ്ലാനിങ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ടീച്ചേഴ്സിന് കുറച്ച് എളുപ്പമാണ് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ. പിന്നെ നല്ല സിസ്റ്റമാറ്റിക്കായിട്ട് തന്നെ കൊടുക്കുന്ന ട്രെയിനിങ് സെഷൻസ് ഉണ്ട് കുഞ്ഞുങ്ങൾക്ക്. അപ്പം നമുക്ക് അഭിമാനം തീർച്ചയായിട്ടും അദ്രിജ ആ കുട്ടി അവൾ 10th സമയത്തും എനിക്കറിയാം 100 മാർക്കോടുകൂടി ചില സബ്ജക്റ്റുകൾക്ക് 100 മാർക്ക് തന്നെ വാങ്ങിച്ചു പോയ കുട്ടിയാണ്. ഇത്തവണ അത് കുറച്ചുകൂടെ നമുക്ക് ഈ പറഞ്ഞ പോലെ സന്തോഷം തരുന്ന ഒരു സാഹചര്യത്തിലാണ് അവളുടെ റിസൾട്ട് വന്നത്. അമൃത സെന്റ് മേരീസ് റെസിഡൻഷ്യൽ സെൻട്രൽ സ്കൂളിൽ ഹയർ സെക്കൻഡറി തലത്തിൽ പരീക്ഷ എഴുതിയ 54 വിദ്യാർത്ഥികളിൽ 28 പേർ ഡിസ്റ്റിങ്ഷനും 26 പേർ ഫസ്റ്റ് ക്ലാസും കരസ്ഥമാക്കി. അതേസമയം CBSE 10ാം ക്ലാസ് പരീക്ഷ എഴുതിയ 83 വിദ്യാർത്ഥികളിൽ 52 പേർ ഡിസ്റ്റിങ്ഷനും 22 പേർ ഫസ്റ്റ് ക്ലാസും നേടി സ്കൂളിന്റെ പഠന മികവിന് പൊൻതൂവലായി മാറി. ദേശീയ തലത്തിൽ മികവാർന്ന വിജയങ്ങൾ കീഴടക്കി ജില്ലയുടെ വിദ്യാഭ്യാസ സ്വപ്നങ്ങൾക്ക് പുത്തൻ ചിറകുകൾ സമ്മാനിക്കുകയാണ് അമൃത വിദ്യാലയങ്ങൾ. അമൃത ന്യൂസ്, ആലപ്പുഴ. ഇനി CBSE +2 പരീക്ഷയിൽ ഉയർന്ന വിജയം കൈവരിച്ച കൊടുങ്ങല്ലൂർ അമൃത വിദ്യാലയത്തിലെ വിദ്യാർത്ഥിനി PS നിജിഷയെ പരിചയപ്പെടാം. രസതന്ത്രം, കമ്പ്യൂട്ടർ സയൻസ് എന്നീ വിഷയങ്ങളിൽ 100ൽ 100 മാർക്ക് നേടിയ നിജിഷ സ്കൂളിന്റെയും നാടിന്റെയും അഭിമാന താരമാണ്. പരീക്ഷ എഴുതിയ എല്ലാ വിദ്യാർത്ഥികളെയും വിജയത്തിന്റെ ശ്രേഷ്ഠതലത്തിലേക്ക് കൈപിടിച്ചാനയിച്ച സ്കൂളിന്റെ ചരിത്രവീഥിയിൽ പൊൻതിളക്കമേകാൻ ഈ വർഷവും കൊടുങ്ങല്ലൂർ അമൃത വിദ്യാലയത്തിനായി. 500ൽ 493 മാർക്ക് നേടിയാണ് കൊടുങ്ങല്ലൂർ അമൃത വിദ്യാലയം ദേശീയ തലത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചത്. 12ാം ക്ലാസ് സയൻസ് വിഭാഗത്തിൽ PS നിജിഷ 98.6% മാർക്ക് കരസ്ഥമാക്കി. രസതന്ത്രം, കമ്പ്യൂട്ടർ സയൻസ് എന്നീ വിഷയങ്ങളിൽ 100ൽ 100 മാർക്കും നേടി. എൻ്റെ പേര് നിജിഷ PS. ഞാൻ അമൃത വിദ്യാലയം കൊടുങ്ങല്ലൂരിൽ നിന്ന് ഇപ്പോൾ +2 കഴിഞ്ഞാണ്. ഈ നിമിഷത്തിൽ ഇവിടെ നിൽക്കാൻ വളരെ സന്തോഷമുണ്ട്. ആദ്യം തന്നെ എൻ്റെ പാരൻസിനോടും അമൃത വിദ്യാലയം കൊടുങ്ങല്ലൂരിലത്തെ എല്ലാ ടീച്ചേഴ്സിനോടും പിന്നെ പ്രത്യേകിച്ച് എൻ്റെ പ്രിൻസിപ്പൽ മാമിനോടും നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ഹാർഡ് വർക്കും അവരുടെ എല്ലാവരുടെയും സപ്പോർട്ടും കൊണ്ട് എനിക്ക് നല്ലൊരു വിജയം നേടാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. +2 CBSEയിൽ 98.6% കിട്ടിയത്. വളരെ സന്തോഷമുണ്ട്. ഈ നല്ലൊരു മാർക്ക് ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ ഒരു നല്ല മാർക്ക് എനിക്ക് നേടാൻ കഴിഞ്ഞതിൽ. കൊടുങ്ങല്ലൂർ അമൃത വിദ്യാലയം പ്രിൻസിപ്പൽ സ്വാമിനി ഗുരുപ്രിയാമൃത പ്രാണയുടെ നേതൃത്വത്തിലുള്ള അടുക്കും ചിട്ടയുമാർന്ന പരിശീലനവും അച്ചടക്കത്തോടെയും പ്രാർത്ഥനാപൂർണമായുമുള്ള പഠനവും രക്ഷിതാക്കളുടെ പിന്തുണയും സർവോപരി മാതാ അമൃതാനന്ദമയി ദേവിയുടെ അനുഗ്രഹാശിസ്സുകളുമാണ് പോയ വർഷങ്ങളെപ്പോലെയുള്ള മികച്ച വിജയം പ്രാപ്തമാക്കുവാൻ അമൃത വിദ്യാലയം കൊടുങ്ങല്ലൂരിനെ സഹായിച്ച ഘടകങ്ങളെന്ന് സ്കൂൾ അക്കാഡമിക് അഡ്വൈസർ രോഹിണി ജയറാം പറഞ്ഞു. ഈ ഒരു സ്കൂൾ അമ്മയുടെ ആദ്യത്തെ സ്കൂളാണ്. അമൃത വിദ്യാലയത്തിലെ ഫസ്റ്റ് സ്കൂളാണിത്. അതുകൊണ്ട് ഇവിടെ എല്ലാ തരത്തിലുള്ള അനുഗ്രഹം അമ്മയുടെ ഉണ്ട്. അത് ഞങ്ങളുടെ വിശ്വാസമാണ്. എല്ലാ നേട്ടങ്ങളും അമ്മയുടെ അനുഗ്രഹത്താലാണ് ഇവിടെ വന്നിരിക്കുന്നത്. പിന്നെ ഞങ്ങളുടെ പ്രിൻസിപ്പൽ
സംപൂജ്യ സ്വാമിനി ഗുരുപ്രിയാമൃത പ്രാണാജി വളരെ ഡെഡിക്കേറ്റഡ് ആണ്. അവരുടെ ഡെയിലി എവറി ഡേ ഉള്ള ഗൈഡൻസ്, ടീച്ചേഴ്സിനായാലും എനി സ്റ്റാഫ് എനി സ്റ്റുഡൻസ്, ആ ഒരു ഗൈഡിങ് ലൈറ്റാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. നെജിഷനെ പറയണമെങ്കിൽ ഷീ ഈസ് വെരി കാം, വെരി കമ്പോസ്ഡ് ആൻഡ് വളരെ സിസ്റ്റമാറ്റിക് ആയ കുട്ടിയാണ്. അവളുടെ ഡെഡിക്കേറ്റഡ് എഫേർട്സ്, പേഴ്സിസ്റ്റൻ്റ് എഫേർട്ട്, അതാണ് ഈ ഒരു നല്ലൊരു റിസൾട്ടിന് അവളെ എത്തിച്ചത്. മകൾക്ക് മികച്ച വിജയം കൈവരിക്കാനായതിലുള്ള അതീവ സന്തോഷം പങ്കുവയ്ക്കുകയാണ് നിജിഷയുടെ മാതാവ് മിനി സിജു. മോള് ഇത് കിട്ടിയതിൽ വളരെയധികം സന്തോഷം. നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്ന കുട്ടിയാണ്. നമ്മളൊന്നും പറയണ്ട, നന്നായിട്ട് ആൾ സ്വയം ഒക്കെ ചെയ്തോളും. അതുകൊണ്ട് നല്ല മാർക്ക് കിട്ടിയതിന് സന്തോഷം. ടീച്ചേഴ്സും എല്ലാവരും നല്ല ഇതാണ് ഇവിടെ സ്കൂളിൽ. അതുപോലെ എല്ലാ കുട്ടികളും ഇതുപോലെ നന്നായി പഠിച്ചാൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇനി പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടികളോട്, എൻ്റെ ജൂനിയേഴ്സിനോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, നമ്മുടെ സ്കൂളിൽ നിന്ന് അമൃത വിദ്യാലയം കൊടുങ്ങല്ലൂരിൽ നിന്ന് നമുക്ക് ഫുൾ സപ്പോർട്ട് കിട്ടുന്നുണ്ട്. പ്രിൻസിപ്പൽ മാമിൻ്റെ ആയാലും ടീച്ചേഴ്സിൻ്റെ ആയാലും ഫുൾ സപ്പോർട്ടും ഗൈഡൻസും നമ്മുടെ കൂടെയുണ്ട്. പിന്നെ നമ്മുടെ ബ്ലെസ്സിങ്സും നമ്മുടെ കൂടെയുണ്ട്. അപ്പോൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ഒരു 100% ഹാർഡ് വർക്ക്, കൺസിസ്റ്റൻസി അതും കൂടി ഒന്ന് കൊടുക്കുകയാണെങ്കിൽ എൻ്റെ പോലെ തന്നെ എന്നെക്കാളും ഉയർത്തി വേണമെങ്കിൽ നിങ്ങൾക്ക് നല്ല പേഴ്സൻറ്റേജ് കിട്ടാൻ പറ്റും. അമൃത വിദ്യാലയത്തിന്റെ അഭിമാനഭാജനമായ വിദ്യാർത്ഥികളുടെ അച്ചടക്കമാർന്ന പഠനത്തിന്റെയും അധ്യാപകരുടെ മികവാർന്ന പരിശീലനത്തിന്റെയും രക്ഷിതാക്കളുടെ ഫലദായകമായ പിന്തുണയുടെയും ഫലമാണ് ഇത്തവണത്തെയും മികച്ച വിജയം. അമൃത ന്യൂസ്, തൃശൂർ. വലിയ വിജയത്തിലേക്കുള്ള ശ്രമങ്ങൾ ചെറുതല്ല. കൃത്യമായ വിലയിരുത്തലും കഠിന പ്രയത്നവും ദീർഘവീക്ഷണത്തോടെയുള്ള പദ്ധതികളുമാണ് ഈ വലിയ വിജയങ്ങൾക്ക് പിന്നിലെന്ന് അക്കാദമിക് മെന്റർ കവിത സുധീർ പറയുന്നു. 29 സ്കൂൾസിൻ്റെ നമ്മൾ സിലബസ് ഉണ്ടാക്കലും അതിൻ്റെ പ്രവർത്തനമൊക്കെ ഒരേപോലെയാണ് കൊണ്ട് നടക്കുന്നത്. അതുകൊണ്ടാണ് ആ റിസൾട്ട് ഇതുപോലെ വിജയിച്ചിരിക്കുന്നത് ഇപ്രാവശ്യം. ബിക്കോസ് ഓൾ ദി 29 സ്കൂൾസ് ഹവ് ഗോട്ട് വെരി ഗുഡ് മാർക്സ്. പിന്നെ നമ്മൾ ഓൾ ടുഗെദർ നോക്കിക്കഴിഞ്ഞാൽ കേരള സോണാണ് ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്തിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു ഡെഡിക്കേഷനാണ്, ഹാർഡ് വർക്ക് ഓഫ് ദി ടീച്ചേഴ്സ് എന്ന് പറയാം, പ്രിൻസിപ്പൽസ് എന്ന് പറയാം, പിന്നെ ഒരു യൂണിറ്റി ദാറ്റ് വി കീപ്പ് ഇറ്റ്. ബിക്കോസ് നമ്മൾ ഒരു ഇനീഷ്യലി എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ വർഷവും ഫെബ്രുവരിയിൽ നമ്മളൊരു പ്രിൻസിപ്പൽസ് മീറ്റ് കൂടും. ആ പ്രിൻസിപ്പൽസ് മീറ്റിലാണ് നമ്മുടെ ഡിസ്കഷൻസ് എല്ലാം നടക്കുന്നത്. അതിന് പുറമെ നമ്മൾ ഇയർ പ്ലാൻ സെഷൻസ് വയ്ക്കും. അപ്പോൾ എല്ലാ സീനിയർ ടീച്ചേഴ്സും കൂടിയിട്ടാണ് എല്ലാ ക്ലാസ്സുകൾക്കും ഒരു ഇയർ പ്ലാൻ ഉണ്ടാക്കണം. അത് മോണിറ്റർ ചെയ്യാനും അതെങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യണമെന്ന് ഓരോ സ്കൂളിൽ വിസിറ്റ് ചെയ്തിട്ട്, അല്ല ഈവൻ നോട്ട്ബുക്സ് പോലും കറക്റ്റായിട്ട് ചെക്കിങ് ചെയ്ത്, ഈവൻ 10th മോഡൽ എക്സാംസ് ഇവരെല്ലാവരും തന്നെ എല്ലാ മാർക്സും എല്ലാ പരീക്ഷ നടത്തി കഴിഞ്ഞിട്ട് മാർക്സ് എനിക്ക് അയച്ചു തരും. അതിനനുസരിച്ച് നമ്മൾ അനലിസിസ് ചെയ്ത് ഏത് സബ്ജക്റ്റിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ചാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. എല്ലാ വർഷവും ട്രെയിനിങ് സെഷൻസ് ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ 29 സ്കൂൾസിൽ എല്ലാവർക്കും ഒരുമിച്ച് ഒരു സ്ഥലത്ത് എത്താൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ട്രാവൽ ചെയ്യും. അവിടെ 4-5 സ്കൂൾ ടീച്ചേഴ്സ്, പുതിയ ടീച്ചേഴ്സായാലും പഴയ ടീച്ചേഴ്സായാലും അവിടെ വന്നിട്ട് അവർക്ക് ബേസിക്കായിട്ട് എല്ലാ ട്രെയിനിങ്ങും കൊടുക്കും. ഇപ്പോൾ KG വിങ് ആണെച്ചാൽ KG വിങ്ങിൻ്റെ അനുസരിച്ച് ട്രെയിനിങ് കൊടുക്കും, സീനിയർ വിങ് ആണെച്ചാൽ സീനിയർ വിങ്ങിൻ്റെ ട്രെയിനിങ് കൊടുക്കും. അത് കാരണമായിരിക്കും പിന്നെ ഡെഡിക്കേഷൻ ആൻഡ് ഹാർഡ് വർക്ക് ഓഫ് ദി ടീച്ചേഴ്സ് ഐ വിൽ സ്പീക്ക് സ്പെഷ്യലി. ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ പേരൻസ് ഡെഫിനറ്റ്ലി ദേ ആർ ട്രസ്റ്റിങ് അസ്. അതെന്താണെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ടീച്ചേഴ്സിൻ്റെ ഡെഡിക്കേഷൻ കാരണം മാത്രമാണ്. CBSE 12ാം ക്ലാസ് കൊമേഴ്സ് വിഭാഗം പരീക്ഷയിൽ 500-ൽ 497 മാർക്ക് നേടി ദേശീയ തലത്തിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുകയാണ് പെരുമ്പാവൂർ അമൃത വിദ്യാലയത്തിലെ വിദ്യാർത്ഥിനി ആവണി പ്രസാദ്. 3 വിഷയങ്ങളിൽ മുഴുവൻ മാർക്കും വാങ്ങിയാണ് ഈ മിടുക്കി ഉന്നത വിജയം കരസ്ഥമാക്കിയത്. ഭാവിയിൽ IAS ഓഫീസർ ആകണമെന്നതാണ് ആവണിയുടെ ആഗ്രഹം. LKG ക്ലാസ് മുതലേ ആവണി അമൃത വിദ്യാലയത്തിലെ വിദ്യാർത്ഥിയാണ്. ഇതേ സ്കൂളിലെ ഗണിതശാസ്ത്രം അധ്യാപികയായ അമ്മയ്ക്കൊപ്പമാണ് സ്കൂളിൽ വരുന്നതും പോകുന്നതും. കഠിനാധ്വാനവും ചുറ്റുമുള്ളവരുടെ പിന്തുണയും തന്നെയാണ് ഈ മിടുക്കിയുടെ വിജയരഹസ്യം. മകളെക്കുറിച്ച് അധ്യാപിക കൂടിയായ അമ്മ മിനിക്ക് അഭിമാനം മാത്രം. എനിക്ക് അടക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ്. കാരണം ഒരു ടീച്ചറാണ്, അതിലുപരി ഒരു അമ്മയാണ്. അപ്പം 2 രീതിയിലും എനിക്ക് അഭിമാനിക്കാവുന്ന ഒരു നിമിഷമാണ്. ചെറിയ പ്രായം തൊട്ട് തന്നെ അവൾ സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാനുള്ള പ്രാപ്തി ഉണ്ട്. ഇവിടെ LKGയിൽ ചേർക്കുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളുടെ ടീച്ചേഴ്സിൻ്റെ ഒക്കെ കുഞ്ഞു മോളായിട്ട് ഇവിടെ ഓടി നടന്ന്
എന്നോടൊപ്പം വന്ന് ഞാൻ പോകുമ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു രീതിയിൽ തന്നെയാണ്. അപ്പം ഞങ്ങളുടെ ഒരു തറവാടാണ് പെരുമ്പാവൂർ അമൃത വിദ്യാലയം. 10ാം ക്ലാസ് പരീക്ഷയിലും ഉയർന്ന മാർക്കോടെയാണ് ആവണി പാസ്സായത്. ട്യൂഷനോ അധിക പഠനത്തിന്റെ ഭാരമോ ഇല്ലാതെ സ്കൂളിൽ അധ്യാപകർ പഠിപ്പിക്കുന്നത് കൃത്യമായി പഠിച്ചു പോകുന്നതായിരുന്നു ആവണിയുടെ രീതിയെന്ന് പ്രിൻസിപ്പാൾ മീന കസ്തൂരി പറഞ്ഞു. 8th സ്റ്റാൻഡേർഡ് ഓൺവേർഡ്സ് വരുന്ന ഓരോ എക്സാംസിനും അതിൻ്റേതായ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് മോള് അത് ഫേസ് ചെയ്തിട്ടുള്ളതും എഴുതിയിട്ടുള്ളതും. 32 ഇയേഴ്സിനുള്ളിൽ നമ്മളിത് എല്ലാ റെക്കോർഡും ബ്രേക്ക് ചെയ്തിരിക്കുകയാണ്. ബിക്കോസ് ഓഫ് ആവണിയുടെ ഒരു റിസൾട്ട് അതെല്ലാം ബ്രേക്ക് ചെയ്തിരിക്കുകയാണ്. ഇറ്റ്സ് എ വെരി പ്രൗഡ് മൊമെൻറ്റ്. ക്ലാസ് ടൈം വളരെ നന്നായിട്ട് യൂസ് ചെയ്തു. 3 വിഷയങ്ങൾക്ക് 100-ൽ 100 മാർക്ക് വീതം നേടിയാണ് ആവണി വലിയ വിജയത്തിലേക്ക് എത്തിയത്. പരീക്ഷയ്ക്ക് സ്വന്തമായ ചില തന്ത്രങ്ങളും ഈ മിടുക്കിക്ക് ഉണ്ട്. ഭാവിയിൽ IAS ഓഫീസർ ആകണമെന്നതാണ് ആഗ്രഹം. പരീക്ഷയുടെ തലേ ദിവസം കുത്തിയിരുന്ന് പഠിക്കുന്ന ഒരു ടൈപ്പാണ് ഞാൻ. തലേ ദിവസം ഇരുന്ന് ഒറ്റ സ്ട്രെച്ചിന് പഠിക്കാനാണ് ഇഷ്ടം. അങ്ങനെ കയറുള്ളൂ, അല്ലെങ്കിൽ റീറ്റേജ് ചെയ്യാൻ പറ്റില്ല. പാട്ട് പഠിക്കുന്നുണ്ട്, പിന്നെ ഡാൻസ് ഉണ്ട്, സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ചെറുതായിട്ടുണ്ട്, വായിക്കും. ഇത് സ്കൂളിൽ നിന്നാണ് എല്ലാം കിട്ടുന്നത്. ഇപ്പോൾ അമൃതയിൽ പഠിച്ചതാണ് എൻ്റെ അഭിമാനം. സിവിൽ സർവീസ് എടുക്കാനാണ് ആഗ്രഹം. അപ്പോൾ 8ാം ക്ലാസ് തൊട്ട് അതിനുള്ള അമൃതയിൽ തന്നെയുള്ള കോച്ചിങ്ങിന് പോകുന്നുണ്ട്. പഠനത്തോടൊപ്പം കലയിലും സാഹിത്യത്തിലുമെല്ലാം ആവണി മുന്നിൽ തന്നെയുണ്ട്. കുട്ടികളുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് അവയെ പരിപോഷിപ്പിക്കാൻ ഒപ്പം നിൽക്കുന്ന അമൃത വിദ്യാലയത്തിലെ അധ്യാപകർക്ക് തന്നെയാണ് 100-ൽ 100 മാർക്കും കൊടുക്കേണ്ടത്. ഞാനിവിടെ 29 വർഷമായി പഠിപ്പിക്കുന്നു. നമുക്ക് +2ലും ഞാൻ ആദ്യം മുതലെടുക്കുന്നതാണ്. ഇത്രയും നല്ലൊരു വിജയം നമുക്ക് ആദ്യമായിട്ടാണ് കിട്ടുന്നത്. ഏത് നിമിഷവും നമ്മൾ എന്ത് പറഞ്ഞു കൊടുത്താലും എന്ത് സംശയമുണ്ടോ എപ്പോഴും അപ് ടു ഡേറ്റ് ആണ് കുട്ടി. അത്ര പങ്ക്ച്വലായിട്ടുള്ളൊരു കുട്ടിയാണ്. മലയാളം റെസിറ്റേഷൻ, ലൈറ്റ് മ്യൂസിക്, അതുപോലെ തന്നെ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് എല്ലാത്തിലും A ഗ്രേഡും പ്രൈസും ഒക്കെ വാങ്ങിയിട്ട് നമ്മുടെ സ്കൂളിൻ്റെ പേര് ഉയർത്തുന്നതിൽ ഒരുപാട് സഹായിച്ചിട്ടുള്ള ഒരാളാണ്. എന്താ പറയുക, റോൾ മോഡൽ എന്ന് പറയാൻ പറ്റുന്നൊരു കുട്ടിയാണ് ആവണി. ആവണിയുടെ അച്ഛൻ വിദേശത്താണ്. അനിയൻ അക്ഷയും ഇതേ വിദ്യാലയത്തിൽ തന്നെയാണ് പഠിക്കുന്നത്. വരും വർഷങ്ങളിൽ പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാവർക്കും പ്രചോദനമാണ് ആവണി. അമൃത ന്യൂസ്, കൊച്ചി. തുടർച്ചയായി 3 പതിറ്റാണ്ട് 100 മേനി വിജയം കൊയ്യുക വല്ലാത്ത മധുരമാണ് ആ നേട്ടത്തിന്. അതിന്റെ ആഹ്ലാദ ആരവങ്ങൾ നെടുമങ്ങാട് അമൃത കൈരളി വിദ്യാഭവനിൽ ഇനിയും അടങ്ങിയിട്ടില്ല. +2-ന് 65 വിദ്യാർത്ഥികളും 10ാം ക്ലാസ്സിൽ 82 വിദ്യാർത്ഥികളുമാണ് ഇത്തവണ ഇവിടെ മാറ്റുരച്ചത്. ഉന്നത വിദ്യാഭ്യാസ നിലവാരമുള്ള സമൂഹത്തെ വാർത്തെടുക്കുന്നതിന്റെ ഭാഗമായാണ് അമൃതാനന്ദമയി മഠം നെടുമങ്ങാട് അമൃത കൈരളി വിദ്യാഭവന് തുടക്കം കുറിച്ചത്. 3 പതിറ്റാണ്ട് പിന്നിടുന്ന സ്കൂളിന്റെ 100 മേനി തേരോട്ടം ഈ അധ്യയന വർഷവും തുടർന്നു. റിസൾട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ക്ലാസ് 12ൽ 65 കുട്ടികളാണ് എക്സാമിനേഷൻ എഴുതിയത്. അതിൽ കോമേഴ്സ് സെക്ഷനിൽ 500-ൽ 495 മാർക്ക് വാങ്ങി വിപിൻ ശങ്കർ ഒന്നാമതായി എത്തിയിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് നമ്മുടെ ട്രിവാൻഡ്രം സോണിൽ ഒന്നാമതായി വിപിൻ ശങ്കറാണ് എത്തിയിരിക്കുന്നത്. സയൻസ് സ്ട്രീമിൽ ആദിത് ബിജു 96.2 മാർക്സ് വാങ്ങി ഒന്നാമതായും മറ്റ് 61 കുട്ടികളും വളരെ നല്ല റിസൾട്ടാണ് സ്കൂളിന് നേടി തന്നിരിക്കുന്നത്. ക്ലാസ് 10ൽ 82 കുട്ടികൾ പരീക്ഷ എഴുതിയതിൽ അൽബീന ഫാത്തിമ 97.8 മാർക്ക് വാങ്ങി ടോപ്പായും മറ്റു കുട്ടികളും മികച്ച വിജയം കൈവരിച്ചിരിക്കുകയാണ്. സ്കൂളിൽ ഒരുക്കിയിരിക്കുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ രാജ്യത്തെ മറ്റ് CBSE സ്കൂളുകളെക്കാൾ ഒരുപടി മുകളിലാണ്. എനിക്ക് സത്യം പറഞ്ഞ ഒരു ഹോംലി അറ്റ്മോസ്ഫിയർ തന്നെയാണ് തോന്നുന്നത്. കാരണം നമുക്ക് ഒരു ആ ഒരു തോന്നില്ല. നമുക്കൊരു ഹോംലി അറ്റ്മോസ്ഫിയറാണ്. എല്ലാ ടീച്ചേഴ്സും മാനേജ്മെൻ്റ് ആണെങ്കിലും നമുക്കൊരു ഹോംലി അറ്റ്മോസ്ഫിയറാണ്. മാത്രമല്ല ഇനി ഇങ്ങോട്ട് വരുന്ന കുട്ടികളോട് പറയാനുള്ളത് മാക്സിമം നമ്മുടെ സ്കൂൾ തരുന്ന ഓപ്പർച്യൂണിറ്റീസ് യൂട്ടിലൈസ് ചെയ്യുക. അക്കാഡമിക്കിനോടൊപ്പം സ്വന്തമായിട്ട് ആ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് അവരുടെ ടാലൻസ് കൂടി ഡെവലപ്പ് ചെയ്യാനുള്ള എല്ലാ ഓപ്പർച്യൂണിറ്റീസും അത് ഉപയോഗിക്കുക, അതൊന്ന് യൂട്ടിലൈസ് ചെയ്യുക എന്ന് തന്നെയാണ് പറയാനുള്ളത്. കുട്ടികളുടെ ബൗദ്ധികവും ആധ്യാത്മികവുമായ നിലവാരം ഉയർത്തുന്ന പരിപാടികളാണ് സ്കൂളിൽ ഒരുക്കിയിരിക്കുന്നത്. കലാകായിക മത്സരങ്ങളിൽ ദേശീയ അന്തർദേശീയ തലങ്ങളിൽ വരെ വിദ്യാർത്ഥികൾ വിജയം നേടിയിട്ടുണ്ട്. പുതിയ സാങ്കേതിക വിദ്യയായ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും സ്കൂളിലെ പാഠ്യവിഷയമാണ്. എടുത്തു പറയേണ്ടത് നമ്മുടെ അറ്റൽ തിങ്കറിംഗ് ലാബിനെ കുറിച്ചിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഞങ്ങളുടെ സ്കൂളിലെ ഒരു പ്രധാന സബ്ജക്റ്റാണ്. അതുപോലെ നമ്മുടെ മികച്ച ലാബുകൾ, അതുപോലെ കുഞ്ഞുങ്ങൾക്കൊക്കെ മോറൽ എഡ്യൂക്കേഷൻ കൊടുക്കാറുണ്ട്. യോഗ, മ്യൂസിക്, ഡാൻസ് എന്നിവയ്ക്ക് കളരിപ്പയറ്റ് ഉൾപ്പെടെ ഞങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഈ സ്കൂളിൽ. വിദ്യാർത്ഥികളുടെ നൈസർഗിക കഴിവുകളെ പരിപോഷിപ്പിക്കുന്നതിന് സ്കൂൾ റേഡിയോയും പ്രവർത്തന സജ്ജമാണ്. Hello Amrita Kairali, this is me RJ Michelle. Now we have Sneha with me for a beautiful song. അമ്പലപ്പുഴ
ഉണ്ണിക്കണ്ണനോടു നീ. ഹയർ സെക്കൻഡറി വിഭാഗത്തിലേക്ക് ഉന്നത വിജയം നേടിയ ഏതൊരു വിദ്യാർത്ഥിക്കും സീറ്റ് നൽകാൻ സ്കൂൾ സന്നദ്ധമാണ്. പ്രകൃതി സൗഹൃദമായി പരിസ്ഥിതിക്കിണങ്ങുന്ന തരത്തിലാണ് നെടുമങ്ങാട് അമൃത കൈരളി വിദ്യാഭവൻ ഒരുക്കിയിരിക്കുന്നത്. പാഠ്യേതര വിഷയങ്ങളിൽ അമൃത കൈരളി വിദ്യാഭവൻ തുടർന്നു വന്ന മികവാണ് 10-12 ക്ലാസ്സുകളിലെ ഉന്നത വിജയത്തിലും പ്രതിഫലിച്ചത്. ക്യാമറമാൻ സനൽകുമാറിനൊപ്പം രജിത് കുമാർ, അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഈ അധ്യയന വർഷവും ഉന്നത വിജയം കരസ്ഥമാക്കാൻ കഴിഞ്ഞതിന്റെ ചാരിതാർത്ഥ്യത്തിലാണ് തിരുവനന്തപുരം കൈമനം അമൃത വിദ്യാലയം. തുടർച്ചയായി 10ാം ക്ലാസ് +2 വിദ്യാർത്ഥികൾ സ്വന്തമാക്കുന്ന 100% വിജയം സ്കൂൾ അധ്യയന നിലവാരത്തിലെ മാറ്റം വർദ്ധിപ്പിക്കുകയാണ്. സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെ കൈമനം ആശ്രമത്തിന്റെ ഭാഗമായി 1992 അമൃത വിദ്യാലയം ആരംഭിക്കുന്നത്. CBSEയിൽ 4ാം ക്ലാസ് വരെ ആരംഭിച്ച സ്കൂളിൽ 2001 ആദ്യ 10ാം ക്ലാസ് ബാച്ച് തുടങ്ങിവെച്ച 100 മേനി വിജയമാണ് കാൽ നൂറ്റാണ്ടിലേക്ക് എത്തുമ്പോഴും പത്തരമാറ്റോടെ നിലനിർത്തി പോകുന്നത്. 2024-25 അധ്യയന വർഷത്തിൽ CBSE 10-12 ക്ലാസ്സുകളിലേക്ക് നടത്തിയ പരീക്ഷയിൽ 100% വിജയം കൈവരിക്കാൻ കൈമനം അമൃത വിദ്യാലയത്തിന് കഴിഞ്ഞു. ആ വിജയത്തിൻ്റെ പിന്നിൽ പരമഗുരുവായ അമ്മയുടെ കാരുണ്യത്തിന് ആദ്യം ഞാൻ നന്ദി പറയട്ടെ. മികച്ച നിലവാരമുള്ള അധ്യയന സൗകര്യങ്ങളും മികച്ച അധ്യാപകരുടെ അത്യധ്വാനവും കുട്ടികളുടെ അത്യധ്വാനവും ഈ വിജയത്തിൻ്റെ പിന്നിലുണ്ട്. എല്ലാ പിന്തുണയും തന്നുകൊണ്ട് കുട്ടികളുടെ പിന്നിൽ പ്രവർത്തിച്ച രക്ഷകർത്താക്കളെയും ഞാൻ ഈ അവസരത്തിൽ സ്മരിക്കുകയാണ്. 10ാം ക്ലാസ്സിൽ 85 കുട്ടികൾ പരീക്ഷ എഴുതിയതിൽ 55 പേർ ഡിസ്റ്റിങ്ഷൻ നേടി. ബാക്കിയുള്ള കുട്ടികൾ ഫസ്റ്റ് ക്ലാസ് വിജയമാണ് കൈവരിച്ചത്. 12ാം ക്ലാസ്സിൽ 56 കുട്ടികൾ പരീക്ഷ എഴുതിയതിൽ 45 പേരും ഡിസ്റ്റിങ്ഷൻ നേടുകയാണ് ഉണ്ടായത്. ബാക്കിയുള്ള കുട്ടികൾ ഫസ്റ്റ് ക്ലാസ് നേടി. 10ാം ക്ലാസ്സിൽ 98.2% മാർക്കോടുകൂടി ആകാശ് എന്ന കുട്ടിയും 12ാം ക്ലാസ്സിൽ 96.4% മാർക്കോടുകൂടി കീർത്തന SL എന്ന കുട്ടിയും സ്കൂൾ ടോപ്പർമാരായി. സ്കൂൾ അന്തരീക്ഷത്തെക്കുറിച്ചും പഠന നിലവാരത്തെക്കുറിച്ചും വിദ്യാർത്ഥികൾക്കും മികച്ച അഭിപ്രായമാണ്. നമുക്ക് വീട്ടിൽ നിന്ന് പഠിക്കുന്നത് പോലെ തന്നെ ഇവിടെ നിന്ന് പഠിച്ച് പോകാൻ പറ്റും. എനിക്ക് 10ൽ 81 കിട്ടിയതുപോലെ തന്നെ ഇനി പോകുന്ന കുട്ടികൾക്കും കിട്ടി നല്ല മാർക്കോടെ പോകാൻ പറ്റും. ടീച്ചേഴ്സിൻ്റെയൊക്കെ നല്ല രീതിയിലുള്ള സപ്പോർട്ടുകളാണ്. എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ചെയ്യുന്നതും ഇവിടെ നല്ല രീതിയിലുള്ള സപ്പോർട്ടുകളും കിട്ടും. വിവിധ വിഷയങ്ങളിൽ സ്കൂൾ ഒരുക്കിയിരിക്കുന്ന ലാബ് സൗകര്യങ്ങളും വിശാല ലൈബ്രറിയും പഠനരംഗത്തെ മുന്നേറ്റത്തിന് സഹായകരമാണ്. പാഠ്യേതര വിഷയങ്ങളായ കലാ കായിക രംഗങ്ങളിൽ നൽകുന്ന പരിശീലനം ഈ മേഖലയിലെ മികച്ച നേട്ടം സ്വന്തമാക്കാനും സ്കൂളിനെ പ്രാപ്തമാക്കിയിട്ടുണ്ട്. അടുത്ത അധ്യയന വർഷവും 100ൽ 100 എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് കൈമനം അമൃത വിദ്യാലയത്തിന്റെ പ്രവർത്തനം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. എറണാകുളം അമൃത വിദ്യാലയവും നേട്ടങ്ങളുടെ നെറുകയിലാണ്. സ്കൂളിന്റെ മികച്ച വിജയത്തോടൊപ്പം ഇവിടുത്തെ 10ാം ക്ലാസ് വിദ്യാർത്ഥി അഭിജിത്ത് ഹരിദാസ് 500ൽ 494 മാർക്കോടെ മിന്നും വിജയം കരസ്ഥമാക്കി. അഭിജിത്ത് 1ാം ക്ലാസ് മുതൽ പഠിച്ചത് എറണാകുളം അമൃത വിദ്യാലയത്തിലാണ്. ആ സ്കൂളിൽ തന്നെ 10ൽ മികച്ച വിജയം നേടാനായതിൻ്റെ സന്തോഷത്തിലാണ് അഭിജിത്തിനൊപ്പം രക്ഷിതാക്കളും അധ്യാപകരും. വളരെ ഫോക്കസ്ഡ് ആയിട്ടുള്ളൊരു കുട്ടിയാണ് അഭിജിത്ത്. കാരണം ടീച്ചേഴ്സ് പറയുന്ന എല്ലാ കാര്യങ്ങളും വളരെ കറക്റ്റായിട്ട് ചെയ്യുകയും ഹോംവർക്കുകൾ ചെയ്ത് വരികയും പിന്നെ വളരെ ഒബീഡിയൻ്റ് ആണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യത്തിൽ അഭിജിത്ത് നല്ലൊരു സ്കോർ എടുത്തിട്ടുണ്ട്. മറ്റുള്ള കുട്ടികൾ ഒക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അവരുടെ പാരൻസിൻ്റെ സപ്പോർട്ടാണ് മെയിനായിട്ട്, പിന്നെ ടീച്ചേഴ്സിൻ്റെ ഹാർഡ് വർക്ക്. ചിട്ടയായ പഠനം പ്രൈമറി ക്ലാസ് മുതൽ ഉണ്ടായിരുന്നു. പഠനത്തിൽ സഹായിക്കാൻ അധ്യാപകരും രക്ഷിതാക്കളും സ്കൂളിലെ മുഴുവൻ ജീവനക്കാരും സുഹൃത്തുക്കളും പിന്തുണച്ചുവെന്ന് അഭിജിത്ത് പറഞ്ഞു. അടിത്തട്ടിൽ നിന്ന് തന്നെ സപ്പോർട്ട് ചെയ്ത് 5ാം ക്ലാസ് 6ാം ക്ലാസ്സൊക്കെ എന്നെ അമ്മ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അമ്മ സ്വയം പഠിക്കാനുള്ള പ്രാപ്തി ആക്കി തന്നു. ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ ക്ലാസ് ടീച്ചർ ഇന്ദു ടീച്ചറാണ്. ഇന്ദു ടീച്ചർ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിരുന്നു. ഞാൻ പരീക്ഷയൊക്കെ കഴിഞ്ഞ് ആദ്യം വിളിക്കുന്ന ടീച്ചറിനെയാണ്. പിന്നെ ബാക്കി എന്നെ പഠിപ്പിച്ച ടീച്ചർമാരും പിന്നെ ഞാനിവിടെ 1ാം ക്ലാസ് തൊട്ട് തന്നെ പഠിക്കണതാണ്. അപ്പോൾ എല്ലാ ടീച്ചർമാർക്കും താങ്ക്സ്. സബ്ജക്റ്റുകളൊക്കെ ഇഷ്ടമായതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അവൻ്റെ പുറകെ നടക്കേണ്ട അങ്ങനെ ഒരു ഇതില്ല. പിന്നെ അവന് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ ഇവിടെയാണ് പഠിച്ചത്. അപ്പോൾ പല ടീച്ചേഴ്സും ഇവിടെ ഇല്ല ഇപ്പോൾ, അന്ന് മുതൽ പഠിപ്പിച്ചിരുന്ന. പക്ഷേ ഒട്ടുമിക്ക ടീച്ചേഴ്സും അവനെ ഇപ്പോഴും അന്വേഷിക്കാറും അവൻ്റെ പഠിത്തം എങ്ങനെയാണെന്നൊക്കെ ചോദിക്കാറും ഒക്കെ ഉണ്ട്. കണക്കാണ് ഇഷ്ടവിഷയമെങ്കിലും മാതൃഭാഷയായ
മലയാളത്തോടുള്ള സ്നേഹം അഭിജിത്ത് ഒട്ടും കുറയ്ക്കുന്നില്ല. അച്ഛൻ്റെ വായനാശീലം കണ്ട് അഭിജിത്തും അത് പരിശീലിച്ചു. ഭാഷ നമ്മൾ മലയാളം ഒരിക്കലും കൈവിട്ടു പോകരുത്. ഇപ്പം എല്ലാവരും ഇംഗ്ലീഷിലോട്ട് മാറുകയാണ്. പക്ഷേ എനിക്ക് മലയാളത്തോട് ഇഷ്ടമാണ്. വായിക്കാൻ സമയം കിട്ടുമ്പോൾ ഒക്കെ വായിക്കാറുണ്ട്. ന്യൂസ് പേപ്പർ വായിക്കാറുണ്ട്, ന്യൂസ്. പിന്നെ അച്ഛൻ ഇങ്ങനെ കുറേ ബുക്കുകളൊക്കെ കളക്ഷനും അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അച്ഛൻ ഭയങ്കര വായനയാണ്. അപ്പോൾ അത് നോക്കിയാണ് പഠിച്ചത്. എറണാകുളം അമൃത വിദ്യാലയത്തിൽ +2 കമ്പ്യൂട്ടർ സയൻസ് പഠനം തുടരാനാണ് അഭിജിത്തിന്റെ തീരുമാനം. പാഠ്യേതര വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ അമൃത സ്കൂളുകൾ അനുവർത്തിക്കുന്ന ഏകീകൃത സംവിധാനം പഠനത്തെ കുറ്റമറ്റതാക്കുന്നുവെന്ന് വൈസ് പ്രിൻസിപ്പൽ ഗീത സുരേഷ് പറഞ്ഞു. ഇത് അക്കാഡമിക്സിലെ മികവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു സെൻട്രലൈസ്ഡ് ഒരു മോണിറ്ററിംഗ് സിസ്റ്റം ഉണ്ട്. അതായത് അവിടെ ആ സെൻട്രലൈസ്ഡ് മോണിറ്ററിംഗ് സിസ്റ്റത്തിൽ ഒരു അക്കാഡമിക് മെൻറ്ററുണ്ട്. പിന്നെ കുറച്ച് പ്രിൻസിപ്പൽസ്, വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്രിൻസിപ്പൽസ്, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ്, ഇവരുടെയൊക്കെ ഒരു ഗ്രൂപ്പാണ് ഞങ്ങൾക്ക് സമയാസമയങ്ങളിൽ അസസ്മെൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ അസസ്മെൻറ്റ് ഷീറ്റുകൾ തയ്യാറാക്കാനും ഇതൊക്കെ സമയാസമയങ്ങളിൽ നമ്മൾ ചെയ്യും. പിന്നെ ഇതൊക്കെ കൂടാതെ അമ്മയുടെ ഒരു ഗ്രേസ് ഈ കുഞ്ഞുങ്ങൾക്കെല്ലാം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് എല്ലാവർക്കും നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റിയത്. അഭിജിത്തിന്റെ സംസ്ഥാനത്തെ 2ാം റാങ്ക് നേട്ടത്തോടൊപ്പം സ്കൂളിലെ 10-12 ക്ലാസ്സുകളിലെ മുഴുവൻ വിദ്യാർത്ഥികളും മികച്ച വിജയം നേടിയ സന്തോഷത്തിലാണ് സ്കൂൾ അധികൃതർ. അമൃത ന്യൂസ്, കൊച്ചി.